CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കുന്നംകുളം നഗരസഭയിൽ ചാവക്കാട് വടക്കാഞ്ചേരി റോഡിനോട് ചേർന്ന മനോഹരമായി നവീകരിച്ച ചാട്ടുകുളത്തിന്റെ ഉദ്ഘാടനം ഒക്ടോബർ 28-ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിക്കും. സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 2.69 കോടി രൂപ വിനിയോഗിച്ചാണ് കുളം നവീകരിച്ചത്. കുണ്ടന്നൂർ ചുങ്കം തലശ്ശേരി പാതയിൽ വൻതോതിൽ ശുചിമുറി മാലിന്യം തള്ളിയ നിലയിൽ തൃക്കണപതിയാരം ഇറക്കം മുതൽ ചിറ്റണ്ട കയറ്റം വരെയുള്ള റോഡരികിലെ ജലസ്രോതസ്സുകളിലും പാടശേഖരങ്ങളിലുമാണ് കക്കൂസ് മാലിന്യം തള്ളിയിരിക്കുന്നത്. കർശന നടപടി വേണമെന്ന് നാട്ടുകാർ. ആധുനിക രീതിയിൽ നിർമ്മിച്ച എരുമപ്പെട്ടി പഞ്ചായത്ത് ഓഫീസ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം ബുധനാഴ്ച രാവിലെ 10-ന് നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭരണസമിതി അംഗങ്ങൾ അറിയിച്ചു. പെങ്ങാമുക്ക് കള്ളുഷാപ്പിന് സമീപം നിയന്ത്രണം വിട്ട കാറിടിച്ച് വൈദ്യുതി കാൽ തകർന്നു. ഇതോടെ പെങ്ങാമുക്ക് മേഖലയിൽ വൈദ്യുതി വിതരണം പൂർണ്ണമായും തടസ്സപ്പെട്ടു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. മതത്തിന്റെ പേരിൽ കുട്ടികളെ വേർതിരിച്ചു കാണുന്നവരായിരിക്കരുത് അധ്യാപകരെന്ന് പ്രഭാഷകയും അധ്യാപികയുമായ KJ ഷൈൻ ടീച്ചർ പറഞ്ഞു. ചൂണ്ടൽ പഞ്ചായത്ത് കുടുംബശ്രീ CDS 27-ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. പാഠപുസ്തകത്തിൽ നിന്നുള്ള അറിവുകൾക്കൊപ്പം നിരവധി പാഠങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കുക എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട കുന്നംകുളം ബദാനിയ ഫിനിഷിംഗ് സ്കൂളിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് മാധ്യമപ്രവർത്തനത്തിൽ പരിശീലനം നൽകി. എരുമപ്പെട്ടി മങ്ങാട് ഫുട്ബോൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ അഖില കേരള ഫ്ലഡ് ലൈറ്റ് വടംവലി മത്സരം നടത്തി. കേരളത്തിലെ 25 പ്രശസ്ത ടീമുകൾ പങ്കെടുത്ത മത്സരത്തിൽ യുവധാര പൗണ്ട് വരന്തരപ്പിള്ളി ജേതാക്കളായി. കഴിഞ്ഞ 45 വർഷങ്ങളായി എളവള്ളിയുടെ കലാകായിക സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായി പ്രവർത്തിച്ചുവരുന്ന എളവള്ളി യൂത്ത് ചേംബർ ആരംഭിക്കുന്ന പാലിയേറ്റീവ് കെയർ സെന്ററിന്റെ ഉദ്ഘാടനവും അമല ആശുപത്രിയുടെയും ഇസാഫ് ഫൗണ്ടേഷന്റെയും സഹകരണത്തോടെ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പും നടത്തി. ചാവക്കാട് ഉപജില്ലാ ശാസ്ത്രോത്സവം ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ കടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, പൊന്നിയൂർക്കുളം രാമരാജ മെമ്മോറിയൽ UP സ്കൂൾ എന്നിവിടങ്ങളിൽ നടക്കും. ബോൺമാരോ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകുന്ന കുരുന്നുകളുടെ ചികിത്സാ ഫണ്ട് സമാഹരണത്തിനായി കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച സ്വകാര്യ ബസുകൾ കാരുണ്യയാത്ര നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാട്ടകമ്പാൽ പഞ്ചായത്തിലെ പെരുന്തുരുത്തിയിൽ ആരംഭിച്ച കോൺഗ്രസ് പാർട്ടി ഓഫീസിന്റെ ഉദ്ഘാടനം മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം K ജയശങ്കർ നിർവഹിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ BJP വരവൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ദേവസ്വം മന്ത്രി വാസവന്റെയും കോലം കത്തിച്ചു. ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ കുന്നംകുളം ഏരിയ സമ്മേളനം ചൊവ്വ ബുധൻ ദിവസങ്ങളിലായി ബദനി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് ക്ഷേത്രത്തിലെ മുഴുവൻ വിളക്കിന്റെ വിളക്കുകുറിക്കൽ ചടങ്ങ് ക്ഷേത്രസന്നിധിയിൽ നടന്നു. നവംബർ 29 ശനിയാഴ്ചയാണ് അയ്യപ്പൻ വിളക്ക് നടക്കുക. കടവല്ലൂർ പഞ്ചായത്തിലെ വയോജനങ്ങൾക്കായി നിർമ്മിച്ച പകൽ വീടിന്റെ ഉദ്ഘാടനം നടത്തി. AC മൊയ്തീൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കോൺഗ്രസ് ഗുരുവായൂർ നഗരസഭ 44-ാം വാർഡ് കമ്മിറ്റി ഉമ്മൻചാണ്ടി സ്മൃതി സദസ്സ് സംഘടിപ്പിച്ചു. 500 കുടുംബങ്ങൾക്ക് കിറ്റ് വിതരണവും ചികിത്സാ സഹായവും നൽകി. 41-ാമത് പുലിക്കോട്ടിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. അരിയന്നൂരുള്ള PD സൈമന്റെ വസതിയിൽ ചേർന്ന കുടുംബസംഗമം മറ്റം സെന്റ് തോമസ് ഫൊറോന പള്ളി വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ ഉദ്ഘാടനം ചെയ്തു. 29-കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കാട്ടകമ്പാൽ സ്വദേശി നടുവിൽപ്പാട്ട് വീട്ടിൽ രത്നാകരന്റെ മകൻ രാഹുൽ കൃഷ്ണയെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജോലി ലഭിക്കാത്തതിന്റെയും വീടിന്റെ വായ്പ അടച്ചുതീരാത്തതിന്റെയും മനോവിഷമത്തിലായിരുന്നു യുവാവെന്ന് പറയുന്നു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.